ആയുർവേദ ആശുപത്രിയിലെ നീതി സ്റ്റോർ നടത്തിപ്പ് ഭിന്നശേഷിക്കാരിൽ നിന്ന് എടുത്തുമാറ്റാൻ പിറവം നഗരസഭ ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF കൌൺസിലർമാരുടെ പ്രതിഷേധം. ഭിന്നശേഷി വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റോറിന്റെ നടത്തിപ്പ് കാലാവധി ഈ മാസം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഭിന്നശേഷിക്കാരുടെ അവകാശം സംരക്ഷിക്കാൻ നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുമെന്നും LDF കൌൺസിലർമാർ മുന്നറിയിപ്പ് നൽകി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിന്റെ നടത്തിപ്പ് ഭിന്നശേഷിക്കാരിൽ നിന്ന് എടുത്തുമാറ്റാൻ പിറവം നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള വലിയ അനീതി കാണിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റോറിന്റെ നടത്തിപ്പ് മാറ്റാനുള്ള തീരുമാനം വെള്ളിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ചർച്ച കൂടാതെ കൈക്കൊണ്ടതെന്ന് LDF ആരോപിച്ചു. ആശുപത്രിയിൽ നഗരസഭയുടെ ഭിന്നശേഷി വിഭാഗത്തിനായി ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ച പദ്ധതി ആയതിനാൽ ഇതിന്റെ നടത്തിപ്പ് തുടർന്നും ഭിന്നശേഷിക്കാർക്ക് തന്നെ നൽകണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാര്, ഭിന്നശേഷിക്കാർ അങ്ങനെയുള്ളവർക്ക് നിരവധിയാർന്ന റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ ഇല്ലെങ്കിൽ അവർക്ക് മാത്രമായി ഇത് വരില്ല. കാരണം അവരെ അംഗീകരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിറവം ആയുർവേദ ആശുപത്രിയിൽ പണിതിട്ടുള്ള പുതിയ കെട്ടിടം ഭിന്നശേഷിക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് കൊണ്ട് അവിടെ പണിതിട്ടുള്ള നീതി മെഡിക്കൽ സ്റ്റോറാണ്. ആ നീതി മെഡിക്കൽ സ്റ്റോർ അന്നു മുതൽ ഇന്നോളം വരെയും അത് ഉപയോഗപ്പെടുത്തുന്നത് ഈ ഭിന്നശേഷിപ്പെട്ട ആളുകൾക്ക് മാത്രമേ അത് നടത്തുന്നതിന് അതിനുവേണ്ടി അവർക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഭിന്നശേഷി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണിതിരിക്കുന്ന ആ കെട്ടിടം ഭിന്നശേഷിക്കാരല്ലാതെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സ്റ്റോറിന്റെ നിലവിലെ നടത്തിപ്പുകാരുടെ കാലാവധി ഈ മാസം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി സ്വീകരിച്ചതെന്നും ഭിന്നശേഷിക്കാരുടെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കാൻ നഗരസഭ തയ്യാറാകാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുമെന്നും LDF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ജൂലി സാബു, IT ആതിര, ക്രിസ്റ്റി ജോൺ, ഏലിയാമ്മ ജോമോൻ എന്നിവർ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിഷേധ സമരത്തിൽ LDF നേതാക്കളായ KP സലിം, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, സോമൻ വല്ലയിൽ, ഡോക്ടർ അജേഷ് മനോഹർ, സോജൻ ജോർജ്, ഏലിയാസ് നാരേക്കാട്ട്, ഷാജി കാഞ്ഞിരം പറമ്പത്ത്, MK ജയൻ എന്നിവർ സംസാരിച്ചു. ഈ മെഡിക്കൽ സ്റ്റോറിന്റെ മറവില് ഇത് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് മാറ്റി ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റുമ്പോൾ ഇത് ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത് വ്യക്തമായ അല്ലെങ്കിൽ നഗ്നമായ സത്യം തന്നെയാണ്. ഈ നടപടിയോട് മുമ്പോട്ട് പോയാൽ യാതൊരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാരായ മുനിസിപ്പൽ അധികൃതർ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. അതേസമയം കൌൺസിൽ യോഗത്തിനിടെ സീറ്റ് ക്രമീകരണവുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായി. 2 UDF അംഗങ്ങളടക്കം 3 പേർ തങ്ങൾക്ക് അനുവദിച്ചിരുന്ന സീറ്റുകൾ മാറിയിരുന്ന കാര്യം നഗരസഭ അധ്യക്ഷൻ KR പ്രദീപ് കുമാർ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പേരെഴുതിയ സീറ്റുകളിൽ തന്നെ അംഗങ്ങൾ ഇരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. UDF അംഗങ്ങൾ നിർദ്ദേശം പാലിച്ചെങ്കിലും ഒരു LDF അംഗം അത് അനുസരിച്ചില്ലെന്നാണ് പരാതി. 2000-ൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന്റെ നടത്തിപ്പ് ഭിന്നശേഷിക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യുന്നതിന് പ്രത്യേക വ്യവസ്ഥയൊന്നുമില്ലെന്നും ഭിന്നശേഷിക്കാരുടെ പേരിൽ അനുവദിച്ചിരുന്ന സ്റ്റോർ ഇതുവരെ മറ്റു വ്യക്തികളാണ് നടത്തിയിരുന്നതെന്നും മെഡിക്കൽ ഓഫീസറുടെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റോറിന്റെ നടത്തിപ്പ് ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതെന്നും നഗരസഭ അധ്യക്ഷൻ KR പ്രദീപ് കുമാർ വ്യക്തമാക്കി. ഈ ആയുർവേദ ആശുപത്രിയിലെ നീതി സ്റ്റോറിന്റെ വിഷയം അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നു. ഒരു ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ പാലിക്കേണ്ട മര്യാദകൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് ഈ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ, ഈ ചർച്ചയിൽ അഭിപ്രായം പറയേണ്ട സ്ഥലങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റാത്ത രീതിയിൽ അലങ്കോലമുണ്ടാക്കി, ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ടാക്കി പ്രതിപക്ഷത്തെ കൗൺസിലർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചില കൗൺസിലർമാർ പ്രത്യേകിച്ച് എടുത്തു പറയാം ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇവിടെ കൗൺസിൽ ചർച്ച ചെയ്യാതെ കൊണ്ടുപോയതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇന്ന് തെറ്റായ രീതിയിൽ സ്ഥലം മാറിയിരുന്ന് സഭയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാക്കി ചെയർമാനെയും കൗൺസിലിനെയും വെല്ലുവിളിച്ച ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് നിർഭാഗ്യകരമെന്ന് ഈ വിഷയത്തെ ഞങ്ങൾ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.